ചില ആൾക്കാർ പറയും പൂക്കളൊക്കെ വളരെ കുറവാണ്, പൂ ഉണ്ടാകുന്നില്ല, അതിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം. നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല പൊള്ളി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വളം കൊടുക്കുന്നതിന് ഗുണം. ഇതാണ് നമ്മൾ ഉൽപ്പാദനം വർദ്ധിക്കും, പൂക്കളില്ലാത്ത പൂക്കളുണ്ടാവും. നമ്മൾ ചെയ്ത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പച്ചക്കറി തൈകൾ, പച്ചക്കറി ചെടികൾ, ഇവയ്ക്കെല്ലാം കൊടുക്കുന്നൊരു മൈക്രോ ന്യൂട്രിയൻ്റ് 19 അതിനെപ്പറ്റിയാണ്. ഇതാണ് ബൂൺ എന്നറിയപ്പെടുന്ന ഓൺലൈൻ്റെയിൽ അല്ലെ 19 ഞാൻ നോക്കിയാൽ അറിയാം, മൈക്രോ ന്യൂട്രിയൻ്റാണിത്. ഇത് ഇലയിൽ തളിക്കും വളം എന്നൊക്കെ പറയപ്പെടും. ഇത് നമുക്കറിയാം, നമ്മൾ സാധാരണ വളങ്ങളൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെടിയുടെ വേരുകൾ വലിച്ചെടുത്ത് അത് ഇലയിലേക്ക് എത്തുമ്പോഴത്തേക്കും താമസം പിടിക്കും. അപ്പോൾ നമ്മൾ ഇത് നേരിട്ട് ഈ ഓൺലൈനിൽ അടിച്ചു കൊടുക്കുമ്പം അത് പെട്ടെന്ന് നമ്മുടെ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. നമുക്കറിയാം, നമ്മൾ എല്ലാവരും എല്ലാം പെട്ടെന്ന് വളർന്ന് കിട്ടണമെന്നുള്ള ആഗ്രഹക്കാരാണ്. അപ്പോൾ നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റായ ഈ 19 നമ്മൾ ചെടിയുടെ ഇലയിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല പച്ച കളറിൽ അല്ലെങ്കിൽ നല്ല കായ്ഫലം തരുന്നു. അങ്ങനെയുള്ള പല മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഇലയിൽ തളിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും നമ്മൾ വൈകുന്നേരങ്ങളിൽ കുറച്ച് സൂര്യപ്രകാശം കുറഞ്ഞ സമയത്താണ് അടിക്കുന്നത് നല്ലത്. അപ്പോൾ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ലവണ്ണം പുഷ്ടിയായി വളരുകയും പൂക്കളില്ലാത്ത ചെടി പൂക്കളുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതാണ്. കായ്ഫലം കൂടുതലുണ്ടാകുന്നു. അപ്പോൾ നല്ല ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ് ചെടികൾക്കും ഫ്രൂട്ട്സിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഇതിനൊക്കെ ഈ ചെടികൾക്കൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ ഈ ചെടികൾക്കൊക്കെ മൈക്രോ ന്യൂട്രിയൻ്റായ ഈ ഓൺലൈനിൽ കൊടുക്കുന്നു. പച്ചമുളകൊക്കെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ, എത്ര നല്ല കൊലയായിട്ടാണ് ഇത് പിടിക്കുന്നത്. നല്ലോണം പിടിക്കുന്നുണ്ട്, ഉണ്ടോ, നല്ലോണം പിടിക്കുന്നത്. ഇപ്പോൾ കുറച്ച് പറിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വളം കൊടുക്കുന്നതിന് ഗുണം. ഇതാണ് നമ്മൾ ഉൽപ്പാദനം വർദ്ധിക്കും, പൂക്കളില്ലാത്ത പൂക്കളുണ്ടാവും. നല്ല സാധാരണ നമുക്കറിയാം, ചില ആൾക്കാർ പറയും പൂക്കളൊക്കെ വളരെ കുറവാണ്, പൂ ഉണ്ടാകുന്നില്ല, അതിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം. അത് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് അത് കൊടുക്കുന്നത്. അത് ഗ്രാനൈൽസ് രൂപത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ലിക്വിഡും വരുന്നുണ്ട് ഇപ്പം. അപ്പം നമ്മൾ ഗ്രാനൈൽസ് രൂപത്തിലുള്ളത് ഒരു 3 മുതൽ 4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടിയുടെ ഇലകൾ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങും. ഇത് നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല പൊള്ളി പോവുകയൊക്കെ ചെയ്യും. അപ്പം ചില ആൾക്കാർ വിചാരിക്കും എന്നെ കുറച്ച് കൂടുതൽ ഇട്ടാക്കാം, കുറച്ച് നന്നായിട്ട് പെട്ടെന്ന് വളരട്ടെ. അങ്ങനെയല്ല, ഇതൊക്കെ ഒരു കൃത്യമായ കണക്കുകളുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെടികൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് അറിയാം, പച്ചക്കറി തൈകൾക്കും പച്ചക്കറിക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. അത് ഇന്ന സാധനം ഒന്നുമില്ല, എല്ലാ വിളകൾക്കും എല്ലാ ചെടികൾക്കും എല്ലാത്തിനും പറ്റിയ ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ് ഈ ഓൺലൈനിൽ എന്ന് പറഞ്ഞ 19 ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന സ്റ്റെർലിങ്ങിൻ്റെ ബൂൺ എന്ന് പറഞ്ഞ 19 കുറേ വർഷങ്ങളായിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മറ്റ് ആരെങ്കിലും ചെയ്തിട്ട് അത് നമ്മളോട് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ അത് അനുവർത്തിച്ച് അതിന് റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. അത് പല അളവിൽ കിട്ടുന്നുണ്ട്. ചെറിയ അളവ് മുതൽ 200 ഗ്രാം, 100 ഗ്രാം, 1 കിലോ അങ്ങനെയൊക്കെ നമുക്ക് അളവിൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങി നമ്മൾ വെക്കുക. എപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങും. ഇതിനധികം നമ്മൾ അനുഭവത്തിൽ കൂടെ വരുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഓൺലൈനിൽ എന്ന് പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മുടെ ഫാമിൽ ലഭ്യമാണ്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അപ്പം ഇത് ആവശ്യമുള്ളവർ നമ്മുടെ ഫാമുമായിട്ട് ബന്ധപ്പെടുക. താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. വീണ്ടും കാണുന്നവരെ ബൈ.